ഇറാനെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുകയാണ്. ഇന്ന് UAE വളരെ പ്രധാനപ്പെട്ട ബറക്ക എന്നറിയപ്പെടുന്ന ന്യൂക്ലിയർ പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏക ന്യൂക്ലിയർ പ്ലാന്റാണ് UAE ബറക്ക. അതിന് നേരെയാണ് ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് ഇറാന്റെ ഭാഗത്ത് നിന്നാണോ എന്ന കാര്യം വ്യക്തമല്ല. നിലവിൽ ഇതിന്റെ ഉറവിടം വ്യക്തമല്ല എന്നതാണ് മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം അമേരിക്ക UAE മേൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാർത്തകൾ അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇറാന്റെ ലാവാൻ എന്നറിയപ്പെടുന്ന ദ്വീപ് പിടിച്ചടക്കാനുള്ള സമ്മർദ്ദമാണ് അമേരിക്ക UAE മേൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ UAE നിർബന്ധിത സാഹചര്യത്തിൽ ചില ആക്രമണങ്ങൾ ഈ ദ്വീപിന് നേരെ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇന്ന് വരുന്നു. എന്നാൽ ഇതിനുള്ള തിരിച്ചടിയായി ഇറാൻ നൽകിയതാണോ എന്ന കാര്യം വ്യക്തമല്ല. നിലവിൽ അതിന്റെ ഉറവിടം വ്യക്തമല്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്ക പറയുന്നത് ഇറാൻ UAEക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കപ്പലുകൾക്ക് നേരെയുണ്ടായ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരുടെ ഡിസ്ട്രോയറുകൾ പേർഷ്യൻ കടലിൽ എത്തിച്ച സാഹചര്യത്തിലായിരുന്നു ഇറാന്റെ ശക്തമായ ആക്രമണം. എന്നാൽ അതിന് തിരിച്ചടിയായി UAEയുടെ എണ്ണ റിഫൈനറിക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ഇറാനെതിരെ തിരിച്ചടി നടത്താനുള്ള സമ്മർദ്ദമാണ് UAEക്ക് മേൽ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അറബ് രാഷ്ട്രങ്ങളെ ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് പിന്നിൽ നിന്ന് സപ്പോർട്ട് നൽകി ദീർഘകാലം ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുക എന്ന അമേരിക്കയുടെ സ്ഥിരം പദ്ധതി തന്നെയാണ് ഇറാനെതിരെയും ആവിഷ്കരിക്കാൻ പോകുന്നത് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ UAEയിലെ ഈ ആക്രമണത്തിൽ അവരുടെ ഈ പ്ലാന്റിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അതിന്റെ ജനറേറ്ററിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേൽ പത്രമായ ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നത്. അതേസമയം ഇറാനിയൻ മീഡിയ പറയുന്നത് ശക്തമായ രൂപത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ആ പ്ലാന്റിൽ നിന്നും റേഡിയേഷൻ ലീക്കേജ് ഉണ്ടായിട്ടുണ്ട് എന്നും അത് മറച്ചുവെക്കുകയാണ് UAE എന്നും ഇറാൻ പത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇറാനാണ് ആക്രമണം നടത്തിയത് എന്ന കാര്യം വ്യക്തമല്ല. ഇനി ഇറാന്റെ ഏതെങ്കിലും ചാരന്മാർ UAEക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. നിലവിൽ അമേരിക്കയും ഇസ്രയേലും അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ UAEയിൽ സുശക്തമായി നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ഡ്രോൺ അവരുടെ പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് വീണ്ടും ഒരു ശക്തമായ യുദ്ധത്തിലേക്ക് തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിൽ നടക്കാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ UAE വ്യക്തമായൊരു പങ്കാളിയാകും എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. UAE അറബ് രാഷ്ട്രങ്ങൾ മറ്റുള്ള GCC രാഷ്ട്രങ്ങളെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അതേസമയം സൗദി അറേബ്യയും മറ്റു രാഷ്ട്രങ്ങളും അത് തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ സ്വന്തമായി UAE ഇറാനുമായിട്ടുള്ള ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ സാഹചര്യങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാന്റെ UN പ്രതിനിധി UAEയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് അമേരിക്കയോ ഇസ്രയേലോ നിങ്ങളുടെ സുരക്ഷിതത്വം അവർക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. അവരുടെ സുരക്ഷിതത്വം പോലും ഉറപ്പിക്കാൻ കഴിയാത്ത അവർക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല എന്ന ഒരു മുന്നറിയിപ്പ് അവർ നൽകിയിട്ടുണ്ട്.